അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ പറഞ്ഞു വെച്ചത് അങ്ങനെ ലീൻഷോ തൻ്റെ പ്രയാസങ്ങളൊക്കെ വെച്ച് ദൈവത്തിലേക്കൊരു കത്തെഴുതാൻ തീരുമാനിച്ചു. എന്തായിരുന്നു ആ കത്ത്? അതാണ് നമ്മൾ വായിക്കുന്നത്. യാ റബ്ബി, എൻ്റെ റബ്ബേ, അഗർ തൂനെ മേരി മദദ് നഹീം കി തോ, നീ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ മേം ഓർ മേരാ കുംഭ, ഞാനും എൻ്റെ കുടുംബവും, കുംഭ എന്ന കുടുംബം, ഇസ് സാൽ ഈ വർഷം ഫാക്കോം കാ ഷിക്കാർ ഹോ ജായേംഗെ, ഈ വർഷം ഞങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ഇരകളായി പോകും. ഫാക്കോം എന്ന് പറഞ്ഞ ദാരിദ്ര്യം, ഫാക്ക. ഇസ് വക്ത് ഈ സമയത്ത് 100 റുപിയോം കി അഷദ് സറൂറത്ത് ഹെ, ഈ സമയം എനിക്ക് 100 റുപിയോ 100 രൂപയാണ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത്. താക്കേ വേണ്ടി, മേം കേത്തോം കി ഹാലത്തോ പാരെ ടീക്ക് കർ സകും, എനിക്ക് രണ്ടാം തവണയും പിന്നെ വീണ്ടും നടത്തും, വീണ്ടും കൃഷിയിടത്തിൻ്റെ അവസ്ഥകളൊക്കെ ടീക്ക് കർ സകുൻ എന്ത് ചെയ്യാൻ നന്നാക്കാൻ കഴിയാൻ വേണ്ടിയും, ഓർ ഇൻമേം അതിൽ ബുവായി കർ സകുൻ, ബുവായി എന്ന് പറഞ്ഞാൽ വിത്ത് വിതക്കുക, അതിൽ വിത്ത് വിതക്കാൻ കഴിയാൻ വേണ്ടിയും, ഓർ നയി ഫസൽ കി കഠായി തക്, നയി ഫസൽ പുതിയ വിളവെടുപ്പ്, വിളവിനെ കടായി നന കൊയ്യുക, പുതിയ വിളവിനെ കൊയ്യുന്നത് വരെ, തക് നന വരെ, കടായി തക് പുതിയ വിളവ് കൊയ്യുന്നത് വരെ, ജിന്ദാബി രസഖൂൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാൻ വേണ്ടിയും എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും കാശ് അനുവദിക്കണം, ഇത്രയും കാശ് അത്യാവശ്യമാണ്. ക്യോംകെ എന്തെന്നാൽ, ഇയാലെ ബാരീനെ എന്തുകൊണ്ടെന്നാൽ, ഈ യാലെ ബാരീനെ ആലിപ്പഴവർഷം, സാരി ഫസൽ എല്ലാ വിളകൾ മുഴുവനും, തബാഖർദീഹെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ലഫാഫേപ്പർ, ഇതായിരുന്നു കത്തിലുണ്ടായിരുന്നത്, കത്തിൻ്റെ ഉള്ളടക്കം ലഫാഫേപ്പർ. അങ്ങനെ കവറിൻ്റെ പുറത്ത് പത്തേക്ക് ജഗ, പത്തേന അഡ്രസ്സ് എഴുതേണ്ട സ്ഥലത്ത് ഉസ്നെ അൽഫാസ് ലിഖെ, അദ്ദേഹം ഈ വാചകങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് യേ ഖത്ത് ഖുദാക്കോ മിലെ, ഈ കത്ത് ദൈവത്തിന് നൽകണം. ഉസ്കെ ബാദ്, അങ്ങനെ ഇതിനു ശേഷം, കത്തൊക്കെ എഴുതിയതിനു ശേഷം, ഉസ്നെ ലഫാഫേക്കോ ബന്ദ് കിയ, അദ്ദേഹം തൻ്റെ ആ കത്തെഴുതിയ കവറ്, അത് കത്ത് നിക്ഷേപിച്ച കവറ് അത് ഒട്ടിച്ചു. ഓർ ഗംഗീൻ ദിൽ കെ സാത്ത്, അങ്ങനെ അദ്ദേഹം ഉസ്കെ ബാദിന് ശേഷം ഉസ്നെ ലഫാഫേക്കോ ബന്ദ് കിയ, അദ്ദേഹം ആ കവറ് ഒട്ടിക്കുകയും, ഓർ ഗംഗീൻ ദിൽ കെ സാത്ത് ദുഃഖപൂർണമായ ഹൃദയവുമായിട്ട് ഷെഹർ കി തറഫ് ചൽ ദിയ, അദ്ദേഹം പട്ടണത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ടാക്ക് ഖാനെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ പഹുഞ്ച് എത്തിയിട്ട് ഉസ്നെ അദ്ദേഹം ടിക്കറ്റ് ഖരീദി, ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് വാങ്ങി, ഖരീദിനാണ് വാങ്ങുക. ലഫാഫെ പർ ചുപ്കായെ, അദ്ദേഹം അതെന്ത് ചെയ്തു, ചുപ്കാന എന്ന് പറഞ്ഞാൽ ചിപ്കാന എന്നാണ് പറയുക, ഒട്ടിക്കുക. അദ്ദേഹം അത് ഒട്ടിച്ചു, സ്റ്റാമ്പ് കവറിൻ്റെ പുറത്ത് എന്ത് ചെയ്തു, ഒട്ടിച്ചു. ഓർ ലഫാഫെ സബർദെ ഡാക് കർ ദിയ, അങ്ങനെ അദ്ദേഹം ആ കവറ് സബർദെ ഡാക് കർ ദിയ, അത് തപാലില് അത് പോസ്റ്റ് ചെയ്തു എന്നർത്ഥം. സബർദെ ഡാക് കർ ദിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തു. ഇസ് ഡാക് ഖാനെ കെ ഏക് ഡാക്കിയെ നെ, ഇസ് ഡാക് ഖാനെ കെ ഏക് ഡാക്കിയെ നെ, ഡാക്കിയ എന്ന് പറഞ്ഞാൽ തപാൽ ഉദ്യോഗസ്ഥൻ. ആ ഡാക്ക് ഖാന പോസ്റ്റ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, തപാൽ ഉദ്യോഗസ്ഥൻ,
ജോ അദ്ദേഹം ഖത്തോം കി തക്സീം കെ സാത്ത്, അദ്ദേഹം അവിടെ വന്നിരിക്കുന്ന കത്തുകളെയൊക്കെ തക്സീം കെ സാത്ത് വേർതിരിക്കുന്നതോടൊപ്പം അതിനെ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഉൻകി ചടായി കാ കാം കിയാ കർത്താത, അതിനെ ചടായി എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, അതിനെ വേർതിരിക്കുന്ന പണിയും കൂടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഹൻസ്തേ ഹുയെ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് യെ ലഫാഫെ അപ്പനെ അഫ്സർ കോ പേഷ് കർ ദിയ, ഈ കത്ത് അദ്ദേഹം തൻ്റെ ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കി, ഓഫീസർക്ക് നൽകിയെന്നർത്ഥം. പേഷ് കർ അപ്പനി സാരി മുലാസമത് കെ ദൗറാൻ, തൻ്റെ പിന്നെ ഉദ്യോഗ കാലഘട്ടത്തിൽ, തൻ്റെ ഉദ്യോഗ കാലഘട്ടത്തിൽ ഉസ്നെ അദ്ദേഹം ഇസ് പത്തേ പർ, ഈ ഒരു അഡ്രസ്സിൽ കബി ഒരിക്കലും ഡാക്ക് നഹീം പഹുഞ്ചായി തി, ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ കത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഒരിക്കലും പിന്നെ അദ്ദേഹം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അഡ്രസ്സിൽ അദ്ദേഹത്തിന് പോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് എത്തിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. പോസ്റ്റ് മാസ്റ്റർ ഏക് ഖുഷ് മിസാജ് ഓർ ദർദ്മന്ദ് ദിൽ കാ ആദ്മി ഥ, അദ്ദേഹം ഒരു തമാശക്കാരനും അതുപോലെ തന്നെ ദർദ്മന്ദ് സഹതാപത്തിൽ, ദർദ്മന്ദിൽ നിന്നാണ് സഹതാപ ഹൃദയനുമായ ആത്മീയ ഒരാളായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. വോ ബി, അദ്ദേഹവും ഇസ് ലഫാഫിക്കോ ദേക്കർ, അദ്ദേഹവും ഈ കത്ത്, ഈ കവർ കണ്ടിട്ട് ബേഖ്തിയാർ ഹൻസ്നെ ലഗ, അനിയന്ത്രിതമായി ചിരിക്കാൻ തുടങ്ങി. ലേക്കിൻ പക്ഷേ കഹ്കഹോം കെ ദർമിയാൻ, ചിരിയുടെ ഇടയിൽ, കഹ്കഹാന ചിരി, പൊട്ടിച്ചിരിയുടെ ഇടയിൽ, ദർമിയാന ഇടയിൽ, വോ അദ്ദേഹം എക് ബാർ കി, ഒരു തവണ, ഖാമോഷ് ഓർ സഞ്ജീത ഹോ ഗയ, അദ്ദേഹം ഖാമോഷ് നിശബ്ദനും അതുപോലെ തന്നെ സഞ്ജീത ഗൗരവക്കാരനുമായി മാറി. ഈ കത്തിൽ എന്തോ കാര്യം, അതിനെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം ഒന്ന് ഗൗരവത്തിലായി, തമാശയ്ക്ക് വിട്ട് ഗൗരവത്തിലായി തീർന്നു എന്നർത്ഥം. ഉസ്നെ ലഫാഫ മേസ് പർ രഖ് ദിയ, അദ്ദേഹം ആ കവറ് തൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് കഹനെ ലഗ, പറയാൻ തുടങ്ങി, വാഹ് വാഹ് ക്യാ പുഖ്ത ഈമാൻ ഹേ, എന്തൊരു ദൃഢമായ ഈമാനാണിത്. കാഷ് മുझे भी ഐസാ ഈമാൻ നസീബ് ഹോത്ത, കാഷ് എന്ന് പറഞ്ഞാൽ ഐ വിഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് കാഷ്, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, അതാണ് കാഷ് മുझे भी ഐസാ ഈമാൻ നസീബ് ഹോത്ത, എനിക്കും ഇങ്ങനെയുള്ള ഈമാനിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓർ मैं भी ऐसे ही यकीन का हामिल होता, ഞാനും ഈ ഒരു ദൃഢവിശ്വാസവാഹകനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ക്യാ ബാത് ലിഖ്നെ വാലെ കി, ഈ കത്ത് എഴുതിയ ആളുടെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണ്. ജിസ്നെ, അദ്ദേഹം ഏക് പുഖ്ത ഉമ്മീദ് പർ, ഒരു ദൃഢ ശുഭപ്രതീക്ഷയിലാണല്ലോ, ഖുദാസെ ഖത്തോ കിതാബത്ത് ശുറൂ കർ ധി, അദ്ദേഹം ഇങ്ങനെയൊരു ദൈവത്തിലേക്ക് ഇങ്ങനെയൊരു കത്ത് അദ്ദേഹം എഴുതാൻ തുടങ്ങിയത്. വാഹ് വാഹ് ഫിർ ഉസ്നെ, പിന്നീട് ഉസ്നെ സ്വച്ഛ, അദ്ദേഹം ചിന്തിച്ചു, ഐസെ പുഖ്ത ഈമാൻ, ഇത്ര ദൃഢമായ വിശ്വാസം, ഓർ ഉമ്മീദ് കോ, ഈ ഒരു പ്രതീക്ഷയെ പാഷ് കർണ അച്ഛാ നഹീം, പിച്ച് ചീന്തിക്കളയുന്നത് ഒരിക്കലും നല്ലതല്ല. പാഷ് കർണ ചീന്തിക്കളയ, തുണ്ടമാക്കി കളയാം. ഉസ്നെ അപ്നെ മാതഹ്തോം കെ സാമനെ, അദ്ദേഹം തൻ്റെ കീഴിലുള്ള, മാതഹ്തോം എന്ന് പറഞ്ഞാൽ കീഴിലുള്ളവരുടെ മുമ്പിൽ തജ്വീസ് പേഷ് കർണ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം വെക്കുക, ഇങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചു. ഖത്ത് പഠാ ജായേ, ആ കത്ത് വായിക്കുകയും, ഓർ ഉസ്കാ ജവാബ് ദിയാ ജായേ, അതിന് മറുപടി നൽകുകയും വേണം. ജബ് ലഫാഫെ ചാക്കന അത് പൊളിക്കുക, കവറിൽ പൊട്ടിച്ച സമയത്ത് ആ കവർ പൊട്ടിക്കുകയും, ഓർ ഖത്ത് പഠാ, ആ കത്ത്, അതിലുള്ള കത്ത് വായിക്കുകയും ചെയ്തപ്പോൾ, അപ്പോൾ അന്ദാസെ ഹുവ, അദ്ദേഹം ഊഹിച്ചു, ഇസ് ഖത്ത് കാ ജവാബ്, ഈ കത്തിനുള്ള മറുപടി, കാഗസ് കടലാസ്, കലം പേന, ദവാസ് മഷിക്കുപ്പി, റോഷ്നായി മഷി, ദർദുമന്തി അതുപോലെ തന്നെ സഹതാപം, ഓർ നേക് ദിലി, അതുപോലെ തന്നെ സന്മനസ്, ഇതിനേക്കാളൊക്കെ അപ്പുറം, കുച്ച് സിയാദ, ഇതിലൊക്കെ അപ്പുറം
ഇതിലൊക്കെ അപ്പുറം എന്തൊക്കെയോ തലബ് ഹേ അന്വേഷിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം ഊഹിച്ചു. ഒരു സഹതാപ മനസ്സും നല്ല മനസ്സും കാണിച്ചിട്ട് കാര്യമല്ല, അതിലപ്പുറം എന്തൊക്കെയോ ഈ കത്ത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം ഊഹിച്ചു. ഉസ്നെ അദ്ദേഹം അപ്പനെ മാതഹ്തോം കോ സാരി ബാത് പിന്നെ അദ്ദേഹം തൻ്റെ കീഴുള്ളവരോട് സാരി ബാത് എല്ലാ കാര്യങ്ങളും ബത്താക്കർ പറഞ്ഞിട്ട് ചന്ദേക്ക് ദർഖാസ്ത് കി. ചന്ത എന്ന് പറഞ്ഞാൽ ചന്ത എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പിരിവ് നടത്തും, പിരിവ് ദർഖാസ്ത് കി അദ്ദേഹം ആവശ്യപ്പെട്ടു, അപേക്ഷിച്ചു, പിരിവിനപേക്ഷിച്ചു. എല്ലാവരും ഒരു സംഖ്യ സംഭാവന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓർ ഖുദ് ഭി അദ്ദേഹം സ്വയം തന്നെ ഏക് അച്ചി ഖാസി റഖം പേഷ് കി. സ്വയം അദ്ദേഹം ഒരു നിശ്ചിത ഒരു നല്ലൊരു സംഖ്യ അദ്ദേഹം സ്വന്തമായിട്ട് നൽകുകയും ചെയ്തു. ഉസ്കെ അമല പറഞ്ഞാൽ സ്റ്റാഫ് നടത്തും, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് കാരേ ഖൈർ എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തി, ഈ സൽപ്രവൃത്തിയിൽ ഹസ്ബെ തൗഫീഖ് ദൈവാനുഗ്രഹത്താൽ, ഹസ്ബെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹത്താൽ ഹാത്ത് ബഡായ സഹായിച്ചു. ഹാത്ത് ബഡാനാണ് സഹായിക്കുക, പങ്കുകൊള്ളുക എന്നൊക്കെ അർത്ഥം. ലിൻ ഷോ നെ ജിസ് കദർ റഖം തലബ് കീ ദി. ലിൻ ഷോ എത്ര സംഖ്യയാണോ ആവശ്യപ്പെട്ടിരുന്നത്, ഇത്തനീത്തോ അത്രയും ജമ്മന ഹോ സഖി അത്രയും സമാഹരിക്കാൻ സാധിച്ചിരുന്നില്ല. ഫിർബി എന്നാലും ഉസ്കെ നിസ്ഫ് സെ കുച്ച് സിയാദ അതിൻ്റെ പകുതിയിലധികം ഇന്തിസാം ഹോ ഗയ ഏർപ്പാടാക്കി. പോസ്റ്റ് മാസ്റ്ററിനെ തമാം നോട്ട് പോസ്റ്റ് മാസ്റ്റർ കിട്ടിയ നോട്ടുകളൊക്കെ ഏക് ലഫാഫേമും ഒരു കവറിൽ ബന്ധിക്കിയെ ഒരു കവറിൽ ഇട്ടിട്ട് ഫിർ എന്നിട്ട് ഇസ്പർ അതിന്മേൽ ലീൻ ഷോ കാ പത്ത ലീൻ ഷോയുടെ അഡ്രസ്സ് തഹരീർ കിയ എഴുതി. ഓർ ഏക് ചിട്ടി ലിഖ് കർ ചിട്ടിയാണ് ഒരു കത്ത്, ഒരെഴുത്തും ലിഖർ എഴുതിയിട്ട് ലഫാഫെ മേം ആ കവറിൽ കവറിൽ വെച്ചു. ജിസ്പർ അതിൻ്റെ പുറത്ത് ജിസ്പർ ദസ്ത് ഖത്ത് കെ തൗർ ദസ്ത് ഖത്ത് പറഞ്ഞാൽ ഒപ്പ് സൈനിൻ്റെ രൂപത്തിൽ സിർഫ് ഇത്തന ലിഖാദ ഇത്ര മാത്രം അദ്ദേഹം എഴുതി. ഖുദാ ദൈവം എന്ന് മാത്രമാണ് എഴുതിയത്. അങ്ങനെ എഴുതിയിട്ട് അകലെ ഇത്വാർ അടുത്ത ഇത്വാർക്കും അടുത്ത സൺഡേയിൽ ഫിർ പിന്നെയും ലീൻ ഷോ. അങ്ങനെ അടുത്ത ഞായറാഴ്ച ആയപ്പോൾ ആ സമയത്ത് വീണ്ടും ലീൻ ഷോ ഡാക് ഖാനെ മേം ആയ ആ പോസ്റ്റ് ഓഫീസിലെത്തി. ഓർ പൂച്ച എന്നിട്ട് ചോദിച്ചു, ക്യാ ഉസ്കെ നാം കോയി ഖത്ത് ആയാ ഹെ അദ്ദേഹത്തിൻ്റെ പേരിൽ വല്ല കത്തും എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. പോസ്റ്റ് മാസ്റ്ററിന് ലീൻ ഷോ കാ ഖത്ത് ഉസ്കെ ഹവാല കിയ. പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കത്ത് ലീൻ ഷോയ്ക്കുള്ള കത്ത് അദ്ദേഹത്തിന് കൈമാറി. ഹവാല കാണാൻ കൈമാറുക. ഓർ ഇസ് കാറെ ഖൈർ കെ അഞ്ചാം എന്നിട്ട് ഈ സൽപ്രവൃത്തിയുടെ ഫലം, അഞ്ചാതന ഫലം, അതിൻ്റെ ഫലം ദേനെ പർ അതിൻ്റെ ഫലം നൽകുന്നതിൽ ഏക് തറഹ്ക്കി ഖുഷി മഹ്സൂസ് കി അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരം ഒരു സന്തോഷം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനുശേഷം ഓ ദർവാസയ്ക്ക് ദറാസെ അദ്ദേഹം ആ വാതിൽ പൊളിയുടെ വിടവിലൂടെ ലീൻ ഷോയ്ക്ക് ലീൻ ഷോയുടെ കൈഫിയാത്ത് അവസ്ഥകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം കണ്ടു. നോട്ട് പാക്കർ ആ നോട്ടുകളൊക്കെ ലഭിച്ച സമയത്ത് ലീൻ ഷോക്ക് കോയി ഹൈറത്ത് നഹീം ഹുയി. ലീൻ ഷോക്ക് ആ നോട്ടുകളൊക്കെ കിട്ടിയിട്ട് ലഭിച്ചിട്ട് പ്രത്യേകമായ ഹൈറത്ത് ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നില്ല. ഉസ്കോ തോ അദ്ദേഹത്തിനേക്ക് ജൈസെ ഇസ് ബാത് കാ പുഖ്ത യക്കീൻ ദ അദ്ദേഹത്തിനേക്ക് ഈ കാര്യം ഉറപ്പുള്ളത് പോലെയായിരുന്നു. ഏ റഖം തോ ഉസ്കോ മിൽനെ ഹി വാലിഹി ഈ സംഖ്യ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് തന്നെയാണെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിനുള്ളത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടത്. ഫിർ ജബ് ഉസ്നെ റഖം ഘിന്നാണ് എണ്ണുക. പിന്നീട് അദ്ദേഹം ഈ സംഖ്യ എണ്ണിയപ്പോൾ പിഘഡ് ഗയ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി, വികൃതമായി നടത്തും, മുഖം വികൃതമായി, വികൃതമാവുക. ഓർ ബഡാനെ ലഗ അദ്ദേഹം പെറുപെറുക്കാൻ തുടങ്ങി.
ഖുദാനെ തോ ഹർഗിസ് ഐസി ഗലത്തി നഹീം കി ഹോഗി, ദൈവത്തിനൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റാനിടയില്ല. ഓർ ന ഉസ്കെ പാസ്, അദ്ദേഹത്തിൻ്റെ അടുത്ത്, അവൻ്റെ അടുത്ത് ഇസ് ചീസ് കി കമ്മി ഹെ, ഈ വസ്തു, ഈ പണത്തിന് ഒട്ടും കുറവുമില്ല. ജോ ജോ മേംനെ ഉസ്സെ ഖത്ത് കെ ദരിയെ തൊലബ് കി ദി, അവനോടാണ് ഞാൻ എന്തായത്, കത്തിലൂടെ, കത്ത് മുഖേന, ദരിയാന മുഖേന ആവശ്യപ്പെട്ടത്. താൻ കത്ത് മുഖേന ആവശ്യപ്പെട്ട ആ സംഗതിക്ക്, ആ സാധനത്തിന് അവൻ്റെ അടുക്കൽ ഒട്ടും കുറവുമില്ല. വോ തോ ഉസ്സെ ഭി സിയാദ ദേ സക്താ ഹെ, അവനിക്ക് ഇതിനേക്കാൾ കൂടുതൽ സംഖ്യ നൽകാനും കഴിയും. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത് കുറഞ്ഞു? എന്നിട്ടും ഫിർ പിന്നീട് കുച്ച് സോച്ച് കർ, അല്പം ചിന്തിച്ചിട്ട്, ഡാക് ഖാനയ്ക്ക് ഖിഡ്കി പർ ഗയ, അദ്ദേഹം ആ പോസ്റ്റ് ഓഫീസിൻ്റെ ജനാലക്കരികിൽ എത്തി. കാഗസ് കലം തലബ് കിയ, അദ്ദേഹം കടലാസും പേനയും ആവശ്യപ്പെട്ടു. ഓർ ഫിർ ഖത്ത് ലിഖ്നെ ബൈഠ് ഗയ, അദ്ദേഹം വീണ്ടും കത്തെഴുതി. ഉസ്കി പേശാനി പർ, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഉഭർനെ വാലി, ഉയർന്നിരിക്കുന്ന ലഖീരേം, ഉയർന്നിരിക്കുന്ന പിന്നെ വരകൾ, നെറ്റിത്തടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഉയർന്നു കാണുന്ന വരകൾ, ബധാരഹീധേം, അത് പറഞ്ഞുകൊണ്ടിരുന്നു. വോ ജുംലെ ബനാനെ കേലിയെ, ഈ ഒരു ജുംല ഉണ്ടാക്കാൻ വേണ്ടി, അപ്നെ സിഹിൻകോ, തൻ്റെ ബുദ്ധിയെ, പുരീ തരഹ്, വളരെ നന്നായിട്ട്, വളരെയധികം ടഠോൽ രഹ എന്ന് പറഞ്ഞാൽ പിന്നെ ടഠോലിന് അദ്ദേഹം പരിശോധിക്കുക, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ, ചിന്തയെ വളരെയധികം എന്തായിട്ടുണ്ട്, ടഠോൽ രഹ, അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയൊരു പിന്നെ ജുംല എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്താണ് ഇനി എഴുതേണ്ടത് എന്നുള്ള ആ ജുംല ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബുദ്ധി നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട് എന്ന് ആ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിലുള്ള ലൈനുകൾ, വരകൾ തന്നെ പറയുന്നുണ്ട് എന്നർത്ഥം. സി കൈഫിയത്ത് മേം, ഇതേ രൂപത്തിൽ ഉസ്നെ ഖത്സ് ബെ മുഷ്കിൽ പൂരാക്കിയ, അദ്ദേഹം എന്തായി, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായി കത്തിൽ പൂർണ്ണമായും അദ്ദേഹം എഴുതി. ഓർ അച്ചി തരഹ് ദേഖ്ബാൽ കെ, എന്നിട്ട് വളരെ ശ്രദ്ധയോടെ, അച്ചി തരഹ് വളരെ നന്നായിട്ട്, ദേഖ്ബാൽ കെ എന്നാണ്, ദേഖ്ബാൽ എന്ന ശ്രദ്ധ, സൂക്ഷ്മത, സൂക്ഷിക്കൽ, വളരെ നന്നായി സൂക്ഷിച്ചിട്ട്, ഉസ്സെ ആ കത്തിനെ, എഴുത്തിനെ, ലഫാഫെമേ ബന്ദ് കിയ, അദ്ദേഹം അതിനെ അദ്ദേഹത്തിൻ്റെ ആ കവറിൽ, കത്തിടുന്ന കവറിൽ എന്തായി, അദ്ദേഹം കവറിലിട്ടു. ഫിർ എന്നിട്ട് ടിക്കറ്റ് ഖരീദ, അദ്ദേഹം വീണ്ടും സ്റ്റാമ്പ് വാങ്ങി. ഓർ ഉസ്കോ, എന്നിട്ട് സ്റ്റാമ്പിനെ ഏക് സോർദാർ, ശക്തമായ മക്കേക്ക്, മക്ക എന്നാൽ മുഷ്ടി എന്നർത്ഥം, മുഷ്ടി കൊണ്ട് ഇങ്ങനെ അമർത്തുക, കൈയിൻ്റെ മുഷ്ടി കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റാമ്പൊക്കെ ഒട്ടിക്കാൻ വേണ്ടി അമർത്തൂല, അതാണ് പറയാം. അപ്പോൾ നന്നായിട്ട്, വളരെ ശക്തിയായിട്ട് എന്തായി, മുഷ്ടി കൊണ്ട് അമർത്തുകയും എന്നിട്ട് ബന്ദ് കർദിയ, അത് എന്തായി, ഒട്ടിച്ചു എന്നർത്ഥം, മുഷ്ടി കൊണ്ട് അമർത്തി ഒട്ടിച്ചു. ഫിർ ജയ്സെ, പിന്നെ ജയ്സെ ഹി ഖത്സ് ലെറ്റർ ബോക്സ് മേം ഖിറ, എന്നിട്ട് അദ്ദേഹം എന്തായി, പിന്നെ ആ കത്ത് ലെറ്റർ ബോക്സിൽ ഇട്ടു. ഡാക്കിയനെ ഇട്ടപ്പോൾ തന്നെ, ജയ്സെ ഹി ഖത്ത് ലെറ്റർ ബോക്സ് മേം ഖിറാത്തു, ലെറ്റർ ബോക്സിൽ ആ കത്ത് ഇട്ടപ്പോഴത്തേക്ക് എന്നർത്ഥം. ഡാക്കിയനെ, അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, തപാൽ ഉദ്യോഗസ്ഥൻ, ഫൗറൻ ഹി, പെട്ടെന്ന് തന്നെ, ഹുസൈൻ നിക്കാൽ ലിയ, ആ കത്തിനെ പുറത്തെടുത്തു. എന്നിട്ട് ഖത്ത് പടാക്കയ, അദ്ദേഹം കത്ത് വായിച്ചു. ഇസ്മേൽ ലിഖാദ, ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. യാ റബ്ബി, ദൈവമേ, അള്ളാഹുവേ, ജോ റക്കം, ആ സംഖ്യ, മേംനെ തലബ് കീതി, ഞാൻ ആവശ്യപ്പെട്ടിരുന്ന സംഖ്യ, ഇസ്മേം സേ, അതിൽ നിന്നും, മുജെ, എനിക്ക് സിർഫ് 70 രൂപയെ, വെറും 70 രൂപ മാത്രമാണ് മിലേഹായ്, എനിക്ക് ലഭിച്ചത്. ബാക്കിയ റക്കംബി, ബാക്കിയുള്ള സംഖ്യയും ഫൗറൻ, എത്രയും പെട്ടെന്ന്, ഇർസാൽ കരീം, എനിക്ക് അയച്ചു തരണം. മുജെ, എനിക്ക് ഉസ്കി ഷദീദ് തരേൻ സറൂറത്ത്, എനിക്ക് ആ സംഖ്യ വളരെ അത്യാവശ്യമാണ്. ലേക്കിൻ, പക്ഷേ ഇങ്ങനെയായിരുന്നു കത്തിലുണ്ടായിരുന്നത്.
लेकिन പക്ഷേ अब बाकी रकम डाक के जरिए हरगिज़ न भेजिए. പക്ഷേ ബാക്കി സംഖ്യ ഡാക് കെ ജരിയെ ആ പോസ്റ്റിലൂടെ പോസ്റ്റ് മുഖേന ഹർഗിസ് ഒരിക്കലും ന ഭേജിയൻ അയച്ചില്ല. ക്യോം എന്തുകൊണ്ടെന്നാൽ ഇസ് ഡാക് ഖാനയ്ക്ക് മുലാസിമീൻ ആ പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ ബേ ഈമാൻ അവർ വിശ്വാസം കുറഞ്ഞവരായിരുന്നു, വിശ്വാസമില്ലാത്തവരായിരുന്നു. ഈ കർഷകന്റെ വിശ്വാസം പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബദ്ദിയാനത്ത് ഹായ് അവർ മതമില്ലാത്തവരായിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.